തൽക്കാലം പോയി കിടന്നോളൂ. ഒരച്ഛനെ പോലെയാണടാ നിന്നെ ഞാൻ വളർത്തിയത്. എന്നോട് നീ ഇത് ചെയ്യരുതായിരുന്നു. പറയൂ, നീയും അവളും തമ്മിൽ ഈ ബന്ധം തുടങ്ങിയിട്ട് എത്ര നാളായി? ചേട്ടാ, നിന്നെയും അവളെയും പേപ്പട്ടിയെപ്പോലെ വെടിവെച്ചു കൊള്ളാൻ എനിക്ക് സാധിക്കും. പക്ഷേ ഈ കുടുംബത്തിന്റെ മാന്യത... ചേട്ടാ, ഇനി നീ എന്നെ അങ്ങനെ വിളിക്കണ്ട. അവളെയും കുട്ടി എവിടെയെങ്കിലും പോയി ജീവിച്ചോളൂ. ആവശ്യമുള്ള പണം ഞാൻ തരാം. അല്ലെങ്കിൽ എന്നെ നീ കൊന്നോളൂ. ഇതാ ചേട്ടാ, എനിക്ക് മാപ്പ് വരൂ. മാപ്പ് ചേട്ടാ, ഞാൻ തെറ്റ് ചെയ്തു പോയി. എന്നോട് ക്ഷമിക്കൂ. ഇത്രയും നാൾ നീയും അവനും ചേർന്ന് എന്നെ വഞ്ചിക്കുകയായിരുന്നു. ഞാൻ നിരപരാധിയാണ്. അവനെല്ലാം തുറന്നു പറഞ്ഞ് സമ്മതിച്ചു കഴിഞ്ഞു. എന്നിട്ടും നീ എന്നെ മഠേനാക്കാൻ ശ്രമിക്കുകയാണോ? അവൻ എന്റെ സമ്മതിച്ചെന്നാണ്. അവനാണ് എന്റെ... സ്റ്റോപ്പ് ഇറ്റ്. എനിക്ക് കേൾക്കണ്ട. എല്ലാം എനിക്ക് മനസ്സിലായി കഴിഞ്ഞു. ഇല്ല ഇല്ല, ബാലേട്ട തെറ്റിദ്ധരിച്ചിരിക്കുക. ഞാൻ നിരപരാധിയാ ബാലേട്ട. നിരപരാധി? അതെ. നിന്നെ ഞാൻ... അയ്യോ, ഇവന്റെ തന്താരാടി അവനല്ലേ? കാപ്പി. മേലാൽ നീ എന്റെ അടുത്ത് വരരുത്. നിന്റെ മുഖം എനിക്ക് കാണണ്ട. ഞാൻ പറയുന്നൊന്ന് കേൾക്കും. നോ, ഐ ഡോണ്ട് വാണ്ട് ഹിയർ എനിത്തിങ്. ഗെറ്റ് ഔട്ട്. ഗുഡ് മോർണിംഗ് സർ. എനിക്ക് നല്ല സുഖമില്ല. 2 മാസം ലീവ് വേണമായിരുന്നു. ലീവ് ലെറ്റർ ഞാൻ ഉടനെ അയച്ചേക്കാം. താങ്ക് യു സർ. നീനെ ചിറ്റപ്പനെ മുറിയിൽ കണ്ടില്ലല്ലോ. എവിടെ പോയി? ആ, വല്ലയിടത്തും പോയതായിരിക്കും. നമ്മളോട് പറയാതല്ലേ പോയത്. ഇനി ചിറ്റപ്പ വരുമ്പോ ഞാൻ മിണ്ടത്തില്ല. ഞാനും മിണ്ടത്തില്ല. തല്ലി വീക്കടാ. അല്ല, ഇതാര് കുമാരനോ? പിന്നെ ജയിലിലൊന്നും പോയില്ലേ? ആരെങ്കിലും തട്ടാതെ പോകാൻ പറ്റുമോ? പറ്റിയ ഒരാളെ നോയിക്കൊണ്ടിരിക്കുക.
അല്ല അമ്മാവനോ? കണ്ടിട്ട് വന്നക്കാലമായല്ലോ. ഇപ്പൊ നിങ്ങളെ ഒന്ന് കാണണമെന്ന് തോന്നി. വീട്ടുകാർക്ക് എവിടെ? വീട്ടുകാരി മുകളിലത്തെ മുറിയിലുണ്ട്. നല്ല സുഖമില്ലാതിരിക്കുകയാണ്. ഇവൻ ഇവിടെ മനസ്സിലായില്ലേ? എന്റെ മോള് ഉഷ. നീ കാണുമ്പോ അവൾ ഇത്രേ ഉള്ളു. ആ അമ്മാവൻ ഇരിക്കൂ. ഇരിക്കൂ അമ്മായി. എന്നോട് എന്താ ബാലേട്ടൻ ഇരിക്കാൻ പറയാത്തത്? ഉഷയും ഇരിക്കൂ. നമ്മുടെ ബാബു ഇപ്പൊ എവിടെയാണ്? അവൻ മെഡിസിൻ കംപ്ലീറ്റ് ചെയ്തു. ഇപ്പൊ ഇവിടെ ടൂർ പോയിരിക്കുകയാണ്. നിങ്ങൾ ഇവിടെ പോയിട്ട് വരുന്നു? ഞങ്ങളൊന്ന് ബാംഗ്ലൂരിൽ പോകാൻ ഇറങ്ങിയതാ. എന്തിനാ? ഒന്നും പറയണ്ട ബാല. ഈ മനുഷ്യൻ തൊട്ടതെല്ലാം വെള്ളത്തിലാ. ഇനിയിപ്പോ ബാംഗ്ലൂരിൽ ഒരു കുറിക്കണ്ണി തുടങ്ങാന്നും പറഞ്ഞ് ഇറങ്ങി തിരിച്ചിരിക്കുക. ഏതായാലും എല്ലാരും കൂടി ആദ്യമായിട്ട് വരികയല്ലേ. 2 ദിവസം കഴിഞ്ഞിട്ട് പോകാം. ബാലേട്ടൻ ഇന്ന് ഓഫീസിൽ പോണ്ടേ? വേണ്ട, ഞാൻ 2 മാസത്തേക്ക് ലീവ് എടുത്തിരിക്കുകയാണ്. റിയലി? യെസ്. ഓ ഫൈൻ. ബാലേട്ടന് എത്ര കുട്ടികളാണ്? 3. ഒരു പെണ്ണും 2 ആണും. ബാലേട്ട ഇനി നിർത്തണം കേട്ടോ. പോടി, നിനക്ക് തമാശ പറയാനുണ്ട് ആള്. അവള് കൊച്ചു കുഞ്ഞല്ലേ, എട്ടും പൊട്ടും തിരിയുമോ? കുമാരാ, ഈ പെട്ടിയെടുത്ത് ഗസ്റ്റ് റൂമിൽ കൊണ്ടു നോക്കിയേ. ഞങ്ങൾ എന്ന് ഇന്ദുവിനെ കണ്ടിട്ട് വരാം. സുഖമില്ലാതെ കിടക്കുകയല്ലേ. മോള് വാ. വേണ്ട 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 വേണ്ട, ശരീരം അനക്കണ്ട, കിടന്നോളൂ. ഞങ്ങളെ മനസ്സിലായില്ലായിരിക്കും. ഇവളുടെ അച്ഛൻ ബാലണ്ണന്റെ അമ്മാവനാ. അമ്മാവൻ? മിസ്റ്റർ മാങ്ങാണ്ടിക്കൽ മാധവക്കുറുപ്പ്. ഇപ്പൊ മനസ്സിലായി. ഇരിക്കൂ. ഇവളുടെ അച്ഛൻ ബാംഗ്ലൂരില് ഒരു കുറുക്കമ്മി തുടങ്ങാൻ പോവാ. പോകുന്ന വഴിക്ക് നിങ്ങളെയൊക്കെ ഒന്ന് കണ്ടിട്ട് പോവാന്ന് വെച്ച് ഇവിടെ ഇറങ്ങിയതാ. എന്താ പേര്? ഉഷ. ആണായിട്ടും പെണ്ണായിട്ടും ഇവൾ ഒരുത്തിയേ ഉള്ളൂ. മഹാകുസൃതിയാ. നല്ല വളർച്ചയുണ്ടല്ലോ. എന്താ അസുഖം? അസുഖം പ്രത്യേകിച്ചൊന്നുമില്ല. അതൊന്നുമല്ല. കുടുംബത്തിൽ പിറന്ന പെണ്ണുങ്ങള് അങ്ങനെയല്ലേ പറയൂ. ഇവിടെ വന്നപ്പോ നിനക്ക് സുഖമില്ലെന്ന് അറിഞ്ഞു. പിന്നെ നിന്നെ ഈ അവസ്ഥയിൽ വിട്ടിട്ട് ഞാനങ്ങ് പോകുന്നത് ശരിയാണോ? അത് സാരമില്ല എന്ന് നീ പറഞ്ഞാ മതിയോ? ഞാൻ നിന്റെ അമ്മായിയായി പോയില്ലേ. ഞങ്ങൾ 10 ദിവസം ഇവിടെ താമസിച്ച് നിന്റെ അസുഖമൊക്കെ മാറ്റിയിട്ടേ പോകുന്നുള്ളൂ. അയ്യോ, അത് വേണമെന്നില്ല. ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ചായിരിക്കും. അതൊന്നും ഓരോ ബുദ്ധിമുട്ടും ഇല്ല. അല്ല, മിണ്ടാതെ അനങ്ങാതെ അവിടെ കിടന്നോ. ഇവിടത്തെ സകല കാര്യങ്ങളും മണി പോലെ ഞങ്ങൾ നോക്കിക്കോളാം. മോളെ എഴുന്നേക്ക്, ചേച്ചി റെസ്റ്റ് എടുക്കട്ടെ. ഞങ്ങൾ താഴെ ഉണ്ട്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അമ്മായിന്ന് ഒരു വിളി വിളിച്ചാൽ മതി.